ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റായി കണ്ടുകൊണ്ട് ഇടതുമുന്നണി അതിൻ്റെ മൊത്തം എന്താ പറയുക കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം നടത്തുകയും ആ രീതിയിലുള്ള നയവ്യത്യാസങ്ങൾ അതിന് എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ള കാര്യം സംശയമാണ്. എങ്കിൽ പോലും അതിനൊക്കെയുള്ളൊരു ശ്രമം കൂടി നടത്തിയാൽ ഇതൊരു എന്താ പറയുക ഈസി വാക്ക് ഓവർ ഒരു തരത്തിലും ആർക്കും കിട്ടാത്ത തരത്തിലുള്ളൊരു ടൈറ്റായ മത്സരത്തിലേക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പം ഇവർ പറഞ്ഞ പോലെ ഈ എന്താ പറയുക ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ സൗജന്യങ്ങൾ നൽകിക്കൊണ്ടും അതൊന്നും ഗുണവത്തായില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇനി അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയുടെ ബാക്കിയുള്ള എന്താ പറയുക ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ ആ രീതിയിലൊക്കെ ഒരു 5-6 മാസം കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു മത്സരത്തിലേക്ക് വീണ്ടും കേരളം പോകും. സുനിൽ, അതൊരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കൽ വോട്ടായിട്ട് സാധാരണ പരിഗണിക്കുക ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലെ വോട്ടാണ്. കാരണം വെച്ചാൽ ഏതാണ്ട് ഒരു അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ ഒരു പകുതിയോ മുക്കാലോ ഒക്കെ വരും ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് തുല്യമാണ്. അതിൻ്റെ വോട്ട് മുഴുവൻ ഡാറ്റ വന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ തിരുവനന്തപുരത്ത് അത്യാവശ്യം നല്ല ഭൂരിപക്ഷം LDFനുണ്ട്, കൊല്ലത്ത് ഭൂരിപക്ഷമുണ്ട്, ആലപ്പുഴയിൽ വലിയ പരാജയം മുനിസിപ്പാലിറ്റികൾ നേരിട്ട് ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്തിൽ നല്ല മേൽക്കൈ LDFനുണ്ട്. അതേസമയം ഇടുക്കി അവർക്ക് നഷ്ടപ്പെട്ടു പോയി, കോട്ടയം അവർക്ക് കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെട്ടു പോയി, പത്തനംതിട്ട അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ എന്നാലും കൊല്ലം പോലുള്ളൊരു സ്ഥലത്ത് നേരിട്ടൊരു പരാജയം വളരെ പ്രധാനം. പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ഭൂരിപക്ഷമുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷൻ തോറ്റു, മറ്റ് ചില പഞ്ചായത്തുകൾ അവർക്ക് കൈവിട്ട് പോയെങ്കിൽ പോലും ഇപ്പോൾ പുനലൂരൊക്കെ വലിയ തിരിച്ചടി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ജില്ലാ പഞ്ചായത്തിൽ അവർ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പൊളിറ്റിക്കൽ വോട്ട് എന്നുള്ളത് പൂർണ്ണമായും LDFിൽ നിന്ന് അകന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പൂർണ്ണമായും അകന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും നേരിടുന്നൊരു പ്രതിസന്ധി ഇപ്പോൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് CPM പോലുള്ളൊരു പാർട്ടിയുടെ സംഘടനാ ശക്തി കൂടെ പരീക്ഷിക്കുന്ന ഒരു പ്രദേശം. പ്രത്യേകിച്ച് CPM പോലെ സംഘടനാ സംവിധാനം വേറൊരു പാർട്ടിക്കും BJPക്ക് വലിയ ഉള്ളൂ. BJPക്ക് അത്ര പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ബ്രാഞ്ച് മുതലുള്ള ഒരു സംഘടനാ സംവിധാനം, ആ സംഘടനാ സംവിധാനത്തിന് എനിക്ക് തോന്നുന്നത് അതൊരു ബ്യൂറോക്രാറ്റിക് സംവിധാനമായി 10 വർഷം കൊണ്ടല്ല, നേരത്തെ തന്നെ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ആ സംവിധാനമായി മാറി. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ജനങ്ങളുടെ മാറ്റം എന്താണെന്നൊന്നും അവരുടെ പൾസ് അറിയാൻ കഴിയില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ നേരത്തെയൊക്കെ അവർ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ കഴിയുമായിരുന്നു, ആ ബൂത്തിൽ ഇത്ര വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. ഇപ്പം അങ്ങനെ അതൊക്കെ തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞ ജനങ്ങളുടെ പൾസ് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനമായി അത് മാറി. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ ഈ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് മറ്റൊരു ആൾക്കൂട്ടമാണ്, നേതൃത്വം അങ്ങ് ഇറങ്ങി പോകുന്നു. ഇപ്പോൾ ലീഗിനാണ് കുറച്ചെങ്കിലും സംഘടനാ സംവിധാനം അങ്ങനെ ഉള്ളത്.